ബലാത്സംഗ കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കായി ലൂക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കേസെടുത്ത് 2 ആഴ്ച കഴിയുമ്പോഴാണ് നോട്ടീസ് പുറത്തിറക്കുന്നത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, നമുക്കറിയാം ഈ ഹിരൺദാസ് മുരളി എന്ന വേടൻ, ഇയാൾ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഏതാണ്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇയാളെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള ഊർജ്ജസ്വലമായ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. ഇവിടുത്തെ ഭരണകൂടം വേടനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ലൂക്കൌട്ട് നോട്ടീസ് എന്നൊക്കെയുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നുവെന്ന് വേണ്ടേ വിശേഷിപ്പിക്കാൻ? അരുൺ, വേടനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ട്, അതും ഒരു യുവ ഡോക്ടറുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണ്. വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യത എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. സമൂഹ മാധ്യമത്തിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനിടയിലും വലിയ പ്രതിഷേധം ഈ ഹിരൺദാസ് മുരളിയെ പിടികൂടാത്തതിൽ കേരള പോലീസിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം ഒരു യുവ ഡോക്ടർ പരാതി നൽകുന്നുവെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവർ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കൊക്കെ നൽകിയ അഭിമുഖത്തിനകത്ത് തന്നെ വളരെ മൃഗീയമായി ഈ ഹിരൺദാസ് മുരളി പീഡിപ്പിച്ചു. അത് മാനസികമായും ശാരീരികമായും തന്നെ പീഡിപ്പിക്കുന്നതായിരുന്നു ഇയാളുടെ പ്രവർത്തികൾ എന്ന് ഈ യുവ ഡോക്ടർ തുറന്നു പറയുന്നൊരു പശ്ചാത്തലമുണ്ടായി. അതിനുശേഷവും ഈ വേടനെ പിടികൂടുവാൻ കേരള പോലീസ് തയ്യാറായിരുന്നില്ല. ഇയാളുടെ വിവിധ പരിപാടികൾ കൊച്ചി ബോൾഗാട്ടിയിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്ന വിവിധ പരിപാടികൾ റദ്ദാക്കിയിരുന്നു. ഇത്തരത്തിൽ ഈ ഹിരൺദാസ് മുരളി എന്ന വേടനെതിരെ വ്യാപകമായ പ്രതിഷേധം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ഘട്ടത്തിലും ഇയാളെ പിടികൂടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇത്തരത്തിൽ പ്രതിഷേധം കനക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഒരുപക്ഷേ വിപുലമായ അന്വേഷണം വേടന് വേണ്ടി നടത്തുന്നുവെന്ന് വരുത്തി തീർക്കാൻ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് നിന്ന് ശ്രമം ആരംഭിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ കൊടുങ്ങൂർ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അരുൺ, പറയൂ. തീർച്ചയായും ഗൗതം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അന്വേഷണ സംഘത്തിനെതിരെ, പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് പെൺകുട്ടി നൽകിയ പരാതിയിൽ ബലാത്സംഗ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതുവരെയും പോലീസ് സ്വീകരിച്ചത്. ആദ്യത്തെ ഒരാഴ്ച ഇയാളെ പിടികൂടാനുള്ള എല്ലാ വഴികളുണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായില്ല. തുടക്കത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഇയാളെ പിടികൂടാൻ ഉണ്ടാകുന്ന അനന്തമായി നീളുന്നതെന്നാണ് ഇവർ എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇപ്പോൾ അന്വേഷണ സംഘം ഇന്നലെ വിപുലീകരിച്ചിരുന്നു. കടുത്ത വിമർശനങ്ങൾക്കൊടുവിലാണ് ഈ അന്വേഷണ സംഘം 2ആയി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു തിരച്ചിലിലേക്ക് പോയിരിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിലടക്കം വേടനായുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് ഇവർ പറയുമ്പോഴും ഇപ്പോൾ ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തടയിടുകയാണ് ലക്ഷ്യമെന്ന് പോലീസ് പറയുകയാണ്. നമുക്കറിയാം, ഗുരുതരമായ ആരോപണമാണ് പെൺകുട്ടി വേടനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയും നിലവിലിരിക്കുന്ന സമയത്താണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നുണ്ട്. പരാതി കിട്ടിയിട്ട് 2 ആഴ്ച തികയുകയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ആദ്യ സമയങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ വേടന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും പോലീസ് തന്നെ ഒരുക്കി നൽകി എന്നുള്ള ഒരു ആരോപണം കൂടി മറുവശത്തുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെ ഇയാളെ പിടികൂടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ആദ്യ സമയങ്ങളിൽ പോലീസ് ഉണ്ടായിരുന്നത്. എന്തായാലും വലിയൊരു വിമർശനം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇതിനൊടുവിലാണ് വിവിധ തുറകളിൽ നിന്നും ഈ വേടനെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഹിരൺദാസ് മുരളി എന്ന വേടനെ പിടികൂടുന്നതിനായി ഇപ്പോൾ ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ ബലാത്സംഗ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഏതാണ്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും ഈ വേടനെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനെതിരെയാണ് പ്രതിഷേധം സമൂഹത്തിൽ ശക്തമാകുന്നത്. കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് അരുൺ കൊടുങ്ങൂർ.